ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. സുവിശേഷം എന്നതോ അതൊരു വ്യക്തിയാണ്. ദൈവം മനുഷ്യനായി ഈ പാരിലെ അവതരിച്ചു. അവനാണ് കർത്താവായ യേശുക്രിസ്തു. എന്തിനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് മാത്രം സൂചിപ്പിച്ച് ഈ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. നാം ജീവിക്കുന്ന കാലഘട്ടം വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒന്നാണ്. ഓരോ ദിവസവും നാം ശ്രദ്ധിക്കുന്ന വാർത്തകൾ നമ്മിൽ ഞെട്ടലുളവാക്കുന്നതാണ്. മനുഷ്യനെ ആശ്ചര്യഭരിതനാക്കി മനുഷ്യനെ നിശബ്ദനാക്കുന്ന വാർത്തകളാണ് അനുദിനം നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ട് മനുഷ്യത്വം മരവിച്ച് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ നമ്മെ ഭയപ്പെടുത്തുന്നതാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന വസ്തുതയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ ഉണ്ടാകും എന്ന്. നാം ജീവിക്കുന്ന കാലഘട്ടം ദുർഘട സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അമ്മയപ്പന്മാർ മക്കളെ കൊല്ലുന്നു, മക്കൾ അമ്മയപ്പന്മാരെ കൊല്ലുന്നു. കൊലപാതകം എന്നുള്ളത് നാം ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും ഒക്കെ ഉപരിയായിട്ട് വളരെ നിസ്സാരമായിട്ട് മനുഷ്യൻ ഗണിക്കുന്ന ഒന്നാണ്. തൻ്റെതായ കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ തനിക്ക് എതിരെ നിൽക്കുന്ന വ്യക്തിയെ അടിച്ചു കൊല്ലുന്നതിന് മനുഷ്യന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മനുഷ്യൻ അങ്ങനെ സഹജീവികളെ കൊന്നെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുകയാണ്. മനുഷ്യത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു, സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു, ആർദ്രത നഷ്ടപ്പെട്ടിരിക്കുന്നു, കരുണ നഷ്ടപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ മൃഗതുല്യനായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആരുടെ കയ്യാല നാം കൊല്ലപ്പെടും എന്നുള്ളതും നമുക്കറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളും എത്തി നിൽക്കുന്നത്. എന്നാൽ ഇവിടെയൊക്കെ വസ്തുത ഇതാണെങ്കിൽ ഇതിന് ഉപോത്ബലകമായിട്ട് അനേക സംഭവങ്ങൾ ലോകത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധിക്കും. എത്രയോ മാതാക്കളാണ് കുഞ്ഞുങ്ങളെ കൊന്നിട്ട് സുഖം തേടിയുള്ള ജീവിതയാത്രയിലേക്ക് കടന്നു പോകുന്നത്. അതുപോലെ എത്രയോ മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളെയും കൊന്നിട്ട് തങ്ങളും ആത്മഹത്യയിലൂടെ ജീവിതത്തിൽ നിന്ന് ഓർമ്മിപ്പിക്കുന്നു. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യവർഗത്തിന് നിയമിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കയാൽ ദൈവം ഇതിന്റെ ഉറപ്പ് സകല മനുഷ്യർക്കും നൽകിയിരിക്കുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തിനാണ് കർത്താവായ യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്? പ്രിയമുള്ളവരെ, പാപം ചെയ്ത പാപത്തിൽ ജീവിക്കുന്ന എന്നെയും നിങ്ങളെയും ന്യായം വിധിപ്പാൻ വേണ്ടി അവൻ വീണ്ടും വരും. അങ്ങനെ ഒരുവനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കയാൽ സർവ്വ മാനവജാതിക്കും ദൈവം ആ ഉറപ്പ് നൽകിയിരിക്കുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പാപത്തിൽ ജനിച്ച പാപത്തിൽ ജീവിക്കുന്ന ഏതൊരുവനും ഒരു വീണ്ടെടുപ്പ് ആവശ്യമാണ്. ഈ വീണ്ടെടുപ്പ് നമുക്ക് ലഭിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഈ വീണ്ടെടുപ്പ് ലഭിക്കുകയുള്ളൂ എന്ന്
വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വീണ്ടെടുക്കപ്പെടുവാൻ, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, മോക്ഷം പ്രാപിക്കുവാൻ നാം ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്കോ അതുപോലെ തന്നെയുള്ള മോക്ഷയാത്രകൾക്കോ ഒന്നും സാധ്യമല്ല. പാപത്തിന്റെ പരിണിത ഫലം കാൽവരി ക്രൂസിൽ ചുമന്നൊഴിച്ച കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാനും നിങ്ങളും ഹൃദയപൂർവ്വം ആശ്രയിക്കുമ്പോൾ മാത്രമാണ് പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്ക് ഒരു വീണ്ടെടുപ്പ് ആവശ്യമാണ്. എനിക്ക് നിങ്ങൾക്കും പാപത്തിൽ നിന്നുള്ള ഒരു മോചനം, ഒരു മോക്ഷം ആവശ്യമാണ്. അതിന് നാം ചെയ്യേണ്ടത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ആ കർത്താവായ ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവനെ ഹൃദയത്തിൽ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുക, അവനെ വാഗൊണ്ട് കർത്താവിൻ്റെ രക്ഷിതാവുമായി ഏറ്റുപറയുക. അങ്ങനെ ചെയ്യുന്ന ഏതൊരു മനുഷ്യനും രക്ഷിക്കപ്പെടും എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന ദൈവത്തിന്റെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അവൻ എന്നെ ചേർക്കുവാൻ വീണ്ടും വരും എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ ഞാൻ നിങ്ങളും എന്നേക്കുമായിട്ട് രക്ഷിക്കപ്പെടും. നാം സ്വർഗത്തിലായിരിക്കും നമ്മുടെ മരണശേഷം എന്ന ദൈവത്തിൻ്റെ തിരുവചനം നമ്മോട് അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഈ തിരുവചനത്തെ നിങ്ങളോട് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞങ്ങളെ ഹൃദയപൂർവ്വം കേൾക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ഏതാനും ചില നിമിഷങ്ങൾ മാറ്റിവെച്ച് ഞങ്ങളുടെ ഈ ലഘു സന്ദേശം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. മരണത്തിന് ശേഷം നിങ്ങൾ ന്യായവിധിയിൽ കടക്കുകയില്ല. നിങ്ങൾ കർത്താവിനോടുകൂടെ സദാകാലം ദൈവത്തോടുകൂടെ സ്വർഗത്തിൽ വാഴും എന്ന ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ മഹത്വമുള്ള ഈ അനുഗ്രഹീത തിരുവചനം നിങ്ങളോട് അറിയിക്കുവാൻ ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇനിയും മനുഷ്യന് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും നിയമിച്ചിരിക്കുന്നു. രണ്ടാമത് ഓരോ ജനനത്തിന് സാധ്യതയില്ല, ജന്മാന്തരങ്ങൾക്ക് സാധ്യതയില്ല. മനുഷ്യന് ഒരു ജീവിതവും ഒരു മരണവും മാത്രമേ ഉള്ളൂ എന്ന ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജന്മാന്തരങ്ങളില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ വീണ്ടും നമുക്ക് രക്ഷിക്കപ്പെടുവാൻ മോക്ഷത്തിനുള്ള അവസരം ഉണ്ടാകുമായിരുന്നു. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യനാ നിയമിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ന്യായവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ, ഇതിൽ നിന്ന് നാം വിടുതൽ പ്രാപിച്ച നിത്യനരകത്തിൽ പോകാതെ ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ പരദീസയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നമുക്ക് ശിക്ഷാവിധി ഉണ്ടാകുകയില്ല എന്ന വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഈ ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, സ്വർഗത്തിൽ പോകുവാൻ, മരണാനന്തരം ദൈവത്തോടുകൂടെ സ്വർഗത്തിലായിരിക്കുവാൻ സഹായിക്കട്ടെ. അതിന് നമ്മുടെ പുണ്യപ്രവൃത്തികൾ ആവശ്യമില്ല, നമ്മുടെ മോക്ഷയാത്രകൾ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് വിശ്വാസത്താൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് കരണീയമായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, വിശ്വാസത്താൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വരുവാനുള്ള ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ദൈവമകനാകുവാൻ, ദൈവമകളാകുവാൻ, സ്വർഗത്തിൽ പോകുവാൻ ദൈവം നിങ്ങളെ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു. ഈ വചനം കേട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിച്ച കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഈ ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നിങ്ങളെ ഏവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങളുടെ ശുശ്രൂഷയുടെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.